സുരേഷ് കാനായി, പരിമിതികളെ സർഗശക്തിയാൽ തോൽപ്പിച്ച മനുഷ്യൻ. നിശബ്ദതയ്ക്ക് ഒരു ഭാഷയുണ്ടോ? നിശ്ചലതയ്ക്ക് ചലിക്കാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 55-കാരനായ സുരേഷ് കാനായി ഇന്ന് ജാലകത്തോട് പങ്കുവെക്കുന്നത്. 6 മക്കളിൽ 5ാമത്തെ ആളാണ് ഞാൻ. സ്കൂൾ പഠനം നടന്നിട്ടില്ല. 2ാം ക്ലാസ്സിൽ പകുതി വരെയാണ് പോയത്. ജൂണിൽ സ്കൂൾ തുറന്നാൽ നവംബർ മാസം വരെ പോകാൻ പറ്റില്ല. വെളിയിൽ പോകുന്ന തന്നെ 1-2 ദിവസം മാത്രമായിരിക്കും. അത് ഹാജർ കുത്തുക ഒരു രീതിയുണ്ട് സ്കൂളിൽ. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നെ അതിന് ശേഷമാണ് പോകുന്നത്. അത് ഫെബ്രുവരി വരെ പോകും. അതൊരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഏട്ടൻ ഒരു പലകയിലും വെച്ച് അതിൽ ഇരുത്തി വലിച്ചിട്ടാണ് പോവുക. അങ്ങനെ സ്കൂളിൽ പോയത്. അപ്പോൾ കാര്യമായി ഒന്നും സ്കൂളിൽ നിന്ന് പഠിക്കാനൊന്നും പറ്റില്ല. അക്ഷരങ്ങൾ ഇത് ആ അല്ലെങ്കിൽ ഈ അങ്ങനെ ഇങ്ങനെ പഠിച്ചു എന്നല്ലാണ്ട് അത് കൂട്ടി എഴുതാനോ വായിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പറ്റിയത്. എഴുതാനോ വായിക്കാനില്ല. വായിക്കാനാണ് ആദ്യം തുടങ്ങിയത്. എഴുതാൻ പിന്നെയും ഈ എഴുതി പഠിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അത് അക്ഷരത്തെറ്റുണ്ടാവും. അത് ക അല്ലെങ്കിൽ ത ഇതിലെല്ലാം വരുന്ന കുറേ അക്ഷരങ്ങളുണ്ടാവും. അതെല്ലാം തെറ്റിപ്പോകും. എഴുതുമ്പോൾ മനസ്സിലുണ്ടാവും, പക്ഷെ എഴുതുമ്പോൾ തെറ്റിപ്പോകും. അതുപോലെ എഴുതുന്ന സമയത്ത് അക്ഷരം വിട്ടുപോകും, പുള്ളികളെല്ലാം വിട്ടുപോകും. അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് ചെറിയ പ്രായത്തിൽ വന്ന് ഒരു അസുഖം കൊണ്ടാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. 95% ഇപ്പോൾ നഷ്ടപ്പെട്ടു. ആദ്യം ചെറുതായി നടക്കും എന്ന് പറഞ്ഞാൽ ഒരാളിപ്പം 5 മിനിറ്റ് കൊണ്ട് നടന്ന് എത്തുന്ന ദൂരം എനിക്ക് നടന്നെത്താൻ അരമണിക്കൂർ വേണം. അത്രയും മെല്ലെ നടക്കാൻ പറ്റും. അത്രയും വേഗത കുറവുണ്ടാവും. അതുകൊണ്ടാണ് സ്കൂൾ പഠനം അന്നൊന്നും ഇന്നത്തെ പോലെ റോഡോ വാഹന സൗകര്യം ഒന്നുമില്ല. അതെല്ലാം കൊണ്ടാണ് ആ സമയത്തൊന്നും പഠിക്കാൻ പറ്റാതെ. പിന്നെ ആദ്യം നടന്നു, പിന്നെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുത്തത്തിലായി. അങ്ങനെ 10-15 വർഷം അങ്ങനെ ആയപ്പോൾ പിന്നെ കിടത്തത്തിലായി. കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു വീഴ്ച വീണിരുന്നു. അതിനുശേഷം അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു വീഴ്ചയും കിടന്നു. അതോടുകൂടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടത്തണം. ഇടതുഭാഗത്ത് കിടന്നാൽ വലതുഭാഗത്തോട്ട് കിടത്തണം. അതുപോലെ കൈ കാലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വെക്കാൻ ആള് തന്നെ വേണം, എന്നാലേ സാധിക്കും. ആരാണ് കൂടെ ഉള്ളത്? ഒന്നിച്ച് ഉള്ളത് ഏച്ചിയാണ്. മുമ്പ് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മക്ക് പറ്റുന്നത് വരെ അമ്മയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരീരം തളർന്ന് കിടപ്പിലായിട്ട് വർഷങ്ങൾ. പക്ഷേ പയ്യന്നൂർ കാനായിയിലെ ആ ചെറിയ മുറിയിൽ നിന്ന് പുറപ്പെടുന്നത് അതിജീവനത്തിന്റെ വലിയൊരു പ്രകമ്പനമാണ്. ഇപ്പൊ കൈയുടെ 10 വിരലില് 5 വിരൽ മാത്രമാണ് ചെറുതായിട്ട് ചലിക്കുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അത് കടലാസിൽ എഴുതാൻ പറ്റുന്നില്ല. ഇപ്പം ഫോണിലാണ് എഴുതുക. ആദ്യമെല്ലാം എഴുതാൻ പറ്റുമായിരുന്നു. നല്ല എഴുത്തൊന്നുമില്ല, ഒടിപത്ത അക്ഷരമൊന്നായിരിക്കില്ല, എങ്കിലും എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചത് പിന്നീട് ഞാൻ കണ്ണൂർ ആകാശവാണിയിലോട്ട് അയക്കാൻ തുടങ്ങി. അതായത് ആ സമയത്ത് മറ്റു നിലയങ്ങളിലേക്കും ഈ പറയുന്ന പോലെ പകർത്തി എഴുതി അയക്കും. എഴുത്തിന് പുറമെ ഫോണിംഗ് പരിപാടി വന്നപ്പോൾ അങ്ങനെ ഫോണിംഗ് പരിപാടി ആദ്യം ഫോണിംഗ് പരിപാടി റെക്കോർഡ് ചെയ്തായിരുന്നു. ആ സമയം തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. 25 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തത് ഇതിനിടെ ഞാൻ സുഹൃത്തുക്കൾക്ക് കേൾക്കാനായിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കിടപ്പുരോഗിയായ സുരേഷ് തന്റെ ഭാവനയിലൂടെ ലോകം ചുറ്റുകയാണ്. ഒരു മൊബൈൽ ഫോണിന്റെ വെളിച്ചവും ആകാശവാണിയിൽ നിന്ന് ഒഴുകി വരുന്ന ശബ്ദതരംഗങ്ങളും മാത്രമാണ് സുരേഷിന്റെ ലോകം. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പാട്ടുകള് കവിതകളെല്ലാം എഴുതുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ അധികം കാണിക്കുന്നുണ്ടായില്ല. കാണിക്കാൻ തുടങ്ങിയത് ശരിക്കും പറയാച്ചാല് ഈ കൊറോണ സമയത്തായിരുന്നു. ഒരു 2020 ആ സമയം തൊട്ട് അന്നിങ്ങനെ പുറമെ ഇങ്ങനെ ആൾക്കാരിലേക്ക് കാണിക്കാം, ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടുകൾ ചെയ്തു. അത് പിന്നീട് കുറച്ച് വൈകിയാണ് യൂട്യൂബിനകത്തെല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. ആകാശവാണിയിൽ 2 പാട്ടുകൾ വന്നിട്ടുണ്ട്. പുറമേ ചെയ്തതാണ് ആകാശവാണി. അപ്പോൾ ഈ ആൽബം പാട്ടുകളെല്ലാം കൊടുക്കുന്ന വിധത്തിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 വർഷമായിരുന്നു. അമ്മതൻ നെഞ്ചിലെ തുടങ്ങുന്ന ഒരു ലളിതഗാനം, അകതാരിലെന്നും നിറയും മുഖങ്ങൾ പാടിയത്. ഒന്ന് പാടിയത് നിസാർ തൊടുപുഴ, മറ്റേത് അനൂജ് അജയൻ. നിസാർ തൊടുപുഴ പാടിയ പാട്ടിന്റെ സംഗീതം മണ്ണൂർ രാജകുമാർ തന്നെയാണ്. ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ ശിഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞു. അത് വളരെ നന്നായിട്ടുണ്ട് എഴുതിയത്. മനസ്സിൽ സംഗീതം ഉണ്ടെങ്കിലേ ഇത്ര നന്നായിട്ട് എഴുതാൻ പറ്റൂ. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാ വരികളെല്ലാം വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത്.
പെട്ടെന്ന് ചെയ്തു. അത് ഞാൻ വായിച്ചെടുത്ത് നോക്കി മധ്യമാവധി രാഗത്തിൽ ഞാൻ പാടുകയാണ് ചെയ്തത്. വേറെ സ്വരപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ പല ആൾക്കാർക്കും കൊടുത്തപ്പോൾ നല്ല അഭിപ്രായമാണ്. കായംകുളം ബാബു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, കച്ചേരിയെല്ലാം പാടുന്നത്. അവന് ഇങ്ങനെ പാട്ടുകൾ ഞാൻ എഴുതിയത് ചിലതെല്ലാം വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ പറയും, സുരേഷ് ഏട്ടൻ എഴുതുന്നതെല്ലാം സംഗീത സാഹിത്യമാണ്, ഒന്നിലൊരു തടസ്സം ഉണ്ടാകുന്നില്ല, സാഹിത്യപരമായിട്ട് ഒരു കുറവും കാണുന്നില്ല. അതുപോലെ പല സുഹൃത്തുക്കളിൽ നിന്ന് ടി പി ശാസ്ത്രമംഗലം അദ്ദേഹം പറഞ്ഞു, സുരേഷിൻ്റെ എഴുത്തിന് ഒരു കുറവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പല ആളിൽ നിന്നും നല്ല നല്ല വാക്കുകൾ കിട്ടി. അതുകൊണ്ട് തുടർന്ന് എഴുതാൻ തുടങ്ങി. സുരേഷ് ഇതിനകം നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ തന്റെ ആന്തരിക സംഘർഷങ്ങളെ അക്ഷരങ്ങളിലൂടെ ശമിപ്പിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് സുരേഷിന്റെ രചനാ പാടവം. അങ്ങനെ യൂട്യൂബിനകത്ത് കുറച്ച് പാട്ടുകൾ ചെയ്തത്. പാട്ടുകൾ കൂടാതെ കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നാടൻ പാട്ട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കൂടാതെ കച്ചേരികളിൽ പാടുന്ന കൃതി എഴുതിയിട്ടുണ്ട്. അത് ഒരു സുഹൃത്ത് പാട്ട് പാടുന്നതിന് കടയ്ക്കാവൂരുണ്ട് ഒരു മോഹൻദാസ് എന്ന് പറഞ്ഞ സംഗീത കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ് എഴുതിയത്. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ പോലെ അതല്ല, വലിയ വലിയ ആൾക്കാർ ചെയ്യേണ്ടതല്ലേ, എന്നെക്കൊണ്ട് സാധിക്കും, സുരേഷ് എഴുതുന്നതെല്ലാം നല്ല തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എഴുതിയ ഭക്തിഗാനങ്ങളെല്ലാം കണ്ടതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ഇത്തരത്തിൽ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന വിധത്തിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പാട്ട് എഴുതി. ആദ്യം തന്നെ ഒരു മഹാബലിനെ കുറിച്ചാണ്. ഒരു ഓണക്കാലത്ത് അദ്ദേഹത്തിന് ഒരു കച്ചേരിയിൽ പാടാൻ വേണ്ടിയിട്ട് ഒരു കൃതി എഴുതി കൊടുത്തു. പിന്നീട് മൂകാംബിക ദേവിയെക്കുറിച്ച് എഴുതി. അങ്ങനെ ഒരു 10ഓളം എഴുതി പല സന്ദർഭങ്ങളിൽ കച്ചേരിയിൽ പാടേണ്ടതായി എഴുതി കൊടുത്തു. അതിൽ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മൂകാംബികയിലെല്ലാം പാടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി തോന്നുന്നു. നമ്മൾ ചെമ്പൈ സംഗീതോത്സവം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലെ റേഡിയോ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടു തുടങ്ങിയതാണ്. അപ്പോൾ അതിലൂടെ എഴുതിയത് വരുന്നത് കേൾക്കാനൊരു ഭാഗ്യമുണ്ടായി. അതാണ് എൻ്റെ എഴുത്തിൻ്റെ എനിക്ക് ഒരു വലിയ ഭാഗ്യമായി തോന്നുന്നത്. സർഗാത്മകതയിലൂടെ ഒരാൾക്ക് എത്രത്തോളം ഉയരാൻ കഴിയും എന്നത് സമൂഹത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ് സുരേഷ് കാനായി. രാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലത് മനസ്സിലാവും. പിന്നെ പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പഠിക്കാനൊരു അവസരമൊന്നുമില്ലല്ലോ. അപ്പോൾ കച്ചേരികൾ മുൻപേ കേൾക്കും, അതുകൊണ്ടാണ് അത് പരിചയം. പിന്നെ ഒരു രാഗം ഇന്ന പാട്ടിന്റെ രാഗം എന്ന് പറഞ്ഞാൽ ഓർത്തു വെക്കാൻ പറ്റില്ല. കേൾക്കുമ്പോൾ തോന്നുന്നത് പറയാനല്ലേ പറ്റും. അപ്പോൾ മിക്കവാറും മനസ്സിൽ കരുതുന്ന രാഗത്തിൽ തന്നെയായിരിക്കും ആ പാട്ട് അല്ലെങ്കിൽ ആ കൃതി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതെങ്ങനെ അറിയാതെ സംഭവിക്കുന്നത്. ഇപ്പോൾ കവിത എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ വൃത്തമൊന്നും പഠിച്ചിട്ടില്ല. എഴുതുന്നത് ഏതെങ്കിലും ഒരു വൃത്തത്തിലേ ആയി വരും. അപ്പോൾ അത് അറിവില്ല ആൾക്കാർ പറയും അത് ഇന്ന വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു മൂടം കിട്ടിയിട്ടുണ്ട്. ഇന്നും എഴുതുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് തെറ്റ് വരും. പക്ഷെ അത് ഇപ്പോൾ കുറഞ്ഞു വന്നു, ഒരുപാട് വ്യത്യാസം വന്നു. വായന ഉണ്ടായിരുന്നെങ്കിലും ഇത് എഴുതി പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് എന്നുമുണ്ട്. സ്കൂളും പഠനത്തിന്റെ കാലത്തൊന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ വീട്ടിൽ പഠിപ്പിക്കാൻ ആളില്ല, വീടിന്റെ അടുത്ത് ആൾക്കാരില്ല പഠിപ്പിക്കാൻ. അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു പ്രാവശ്യം പറശ്ശിനി കടവിൽ പോകാൻ ഭാഗ്യമുണ്ടായിരുന്നു. വേറെ ഏതും സ്ഥലങ്ങളിലും അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും കണ്ടിട്ടല്ല എഴുതുന്നത്. മൂകാംബിയെ കുറിച്ച് എഴുതിയതും മൂകാംബിയിൽ പോകാതെ തന്നെയാണ്. വൈക്കത്തപ്പനെ കുറിച്ച് എഴുതിയതും വൈക്കത്ത് പോകാതെ തന്നെയല്ലേ. ഗുരുവായൂരും അങ്ങനെ തന്നെ. എല്ലാ മനസ്സിലും ശബരിമല അയ്യപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. മീൻകുളത്തപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. മീൻകുളത്തപ്പനെ കുറിച്ചൊന്നും കൃതിയൊന്നും ആരും എഴുതിയിട്ടില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് എഴുതാൻ സാധിക്കുന്നു എൻ്റെ ഇതുകൊണ്ടല്ല, ആ ഒരു ഏതോ ഒരു ശക്തി അങ്ങനെ ചെയ്യിക്കുന്നു, എഴുതാൻ ഒരു സഹായം ചെയ്തു വരുന്നു, അങ്ങനെ എഴുതുന്നു. അതുകൊണ്ടാണല്ലോ ആൾക്കാർ എന്തത് എഴുതുന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇതല്ലാതെ വേറെ മുമ്പ് ഉണ്ടായിരുന്ന കാലത്ത് ചെറുതായിട്ട് പണിയെടുക്കായിരുന്നു. കറണ്ട് ടോർച്ച്, എമർജൻസി റേഡിയോന്റെ ചെറിയ പണികളെല്ലാം ചെയ്യുമായിരുന്നു. അതെല്ലാം സ്വന്തം പഠിച്ചെടുത്തിട്ട് ചെയ്തു കൊടുത്തതായിരുന്നു. റബ്ബർ ടാക്സി, തെങ്ങിന്റെ ഹെഡ്ലൈറ്റ് എല്ലാം. അപ്പൊ അത് ചെയ്തു കൊടുത്താൽ ഒരു 30 രൂപ എല്ലാം തരും. അത്രേ ഉണ്ടായിരുന്നു. ചികിത്സയൊക്കെ ഉണ്ടോ? ചികിത്സയുണ്ട്, മരുന്ന് സ്ഥിരമായി കഴിക്കണം. പിന്നെ അത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് വരുന്നത്. ആശുപത്രിയിൽ പോകാൻ അങ്ങനെ അതെല്ലാം വലിയ പ്രയാസത്തിലാണ്. പൈസ കിട്ടും. പാട്ട് എഴുതുന്നുണ്ടെങ്കിൽ പാട്ടിലൂടെയൊന്നും അങ്ങനെ വരുമാനം ഇതുവരെ എവിടുന്നും കിട്ടിയിട്ടില്ല. ഇതിനിടയിൽ എത്രത്തോളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടാവും? എഴുതിയത് കുറേയുണ്ട്, പക്ഷെ സ്വരപ്പെടുത്തി വെച്ചതും ഉണ്ട്. പക്ഷെ റെക്കോർഡ് ചെയ്യാൻ അധികം സാധിച്ചില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ്
ഒരു പാട്ട് ചെറിയ തോതിൽ കേൾക്കേണ്ട വിധത്തിൽ ചെയ്യണമെങ്കിൽ തന്നെ 8,000 രൂപയെല്ലാം വേണം. അതുകൊണ്ടാണ് സാധിക്കാത്തത്. അത് പിന്നെ ചെയ്തത് തന്നെ സുഹൃത്തുക്കൾ പാട്ട് എഴുതി വെച്ചതോ അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തിയതോ കേൾക്കുമ്പോൾ ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരുന്നത് കൊണ്ടാണ് ഇതുവരെ അത്രയും പാട്ടുകൾ ചെയ്യാൻ സാധിച്ചത്. മറ്റ് ഞാൻ സ്വന്തമായി പൈസ മുടക്കിയല്ല ചെയ്തത്. ഇനി എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. കവിതകളും പാട്ടുകളും എല്ലാം എഴുതണമെന്നുണ്ട്. സുരേഷിന്റെ വരികൾ മധുര മനോഹര ഗാനമായി ആസ്വാദകരിലേക്ക് എത്തുമ്പോൾ വിധി തളച്ചിട്ട ആ ശരീരം അക്ഷരങ്ങളിലൂടെ മോചിതമാകുന്നു. വേദനകളിൽ തളർന്നു പോകുമ്പോൾ തന്റെ സുഹൃത്തുക്കളുമായി സംവദിക്കാൻ സുരേഷിന് മൊബൈൽ സ്ക്രീൻ മതി. പതുക്കെ ചലിക്കുന്ന വിരലുകൾ കൊണ്ട് ഇദ്ദേഹം ടൈപ്പ് ചെയ്യുന്ന ഓരോ വാക്കും ഒരു വലിയ പാഠമാണ്. ആദ്യം ലാൻഡ് ഫോൺ ഉപയോഗിച്ചു, പിന്നെ കീപാഡ് ഫോണാണ് ഉപയോഗിച്ചത്. അതിൽ ചെയ്ത് കുറെ വൈകിയാണ് ഒരു സുഹൃത്താണ് ഇത്തരത്തിലൊരു ഫോണ് എഴുതാൻ പറ്റുന്നത് തന്നത്. എനിക്ക് സാധിക്കൂല, ഇത് ഉപയോഗിക്കാൻ സാധിക്കൂല എന്ന് ഒരു തോന്നലുണ്ടായതുകൊണ്ട് ആ ഒരു ശ്രമം നടത്തിയിരുന്നില്ല. പക്ഷെ സുഹൃത്ത് സാധിക്കുന്നു പറഞ്ഞ് കൊണ്ടു തന്നതാണ്. അങ്ങനെയാണ് അതിൽ എഴുതി പഠിച്ചു. അതുകൊണ്ടാണ് കൂടുതൽ എഴുതാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചത്. പണ്ടല്ലാണെങ്കിൽ ആൽബം എന്ന് പറഞ്ഞിട്ട് കാസറ്റ് ഇറക്കും. അപ്പോൾ നമ്മളായി പൈസ കൊടുക്കണ്ട. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. അതിനുശേഷമല്ലേ ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയത്. അതുകൊണ്ട് പറ്റുന്നില്ല. ഏത് എഴുതാന്നുള്ളൊരു വിശ്വാസമുണ്ട്, ഏത് ടൈപ്പും. അപ്പോൾ ഇതിനിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പാട്ടിന്റെ ട്യൂൺ ഇട്ട് തന്നു. ഇതിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എഴുതി കൊടുത്തു. ഒരു തെറ്റുമില്ല. പെട്ടെന്ന് എഴുതി കൊടുത്ത് അത് പെട്ടെന്ന് ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയതല്ല. നല്ല വരികളല്ല ട്യൂണിട്ടിട്ട് എഴുതിയിട്ടും ഇതിലൊന്നും മറ്റ് ഇതുപോലെ തന്നെ ഉണ്ട്, മോശമായി തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏത് വിധത്തിലും എഴുതാൻ സാധിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് എഴുതിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കവിത ഞാൻ അങ്ങനെ പഴയ കവിതകൾ ഇങ്ങനെ റേഡിയോയിലെല്ലാം കേട്ട് ഇതാക്കിയെന്നല്ലാതെ ചൊല്ലാനായിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. റേഡിയോ എന്നത് സുരേഷിന് വെറുമൊരു വിനോദോപാധിയല്ല, മറിച്ച് അതൊരു ജീവവായുവാണ്. ലോകത്തിന്റെ സ്പന്ദനങ്ങൾ ഇദ്ദേഹം അടുത്തറിയുന്നത് ആകാശവാണിയിലൂടെയാണ്. നേരിട്ട് കാണാൻ കഴിയാത്ത കാഴ്ചകളെ കാതുകൾ കൊണ്ട് സുരേഷ് തൊട്ടറിയുന്നു. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ആകാശവാണിയിലൂടെ കൂടിയാണ്. വന്ദേ മാതരം കേട്ടുകൊണ്ടാണ്. എല്ലാ ദിവസവും രാവിലെ അത് വെച്ചുകൊണ്ടാക്കി തന്നെയാണ്. ശ്രീലങ്ക പ്രക്ഷേപണ നിലയം, ഗൾഫിലുണ്ടായിരുന്ന ഒരു മീഡിയം വേവിലൂടെ കിട്ടുന്ന പരിപാടികളുണ്ട്. അതൊന്നും അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കാത്തതാണ്. രാത്രി 11:15 കഴിഞ്ഞാൽ രാവിലെ 5:45 വരെ ആ പ്രോഗ്രാം കിട്ടും മീഡിയം വേവിൽ. പിന്നെയാണ് ഈ പാട്ട് ചില സമയങ്ങളിൽ രാവിലെ എഴുതാറുണ്ട്. 4 മണിയെല്ലാകുമ്പോൾ. മുമ്പേ എനിക്ക് ഒരു 4:30-5 മണിയാവുന്ന സമയത്തെ ഉറക്കം വരും. അത് ഇന്നും അങ്ങനെ തന്നെ. 11 മണിയായാലേ ഉറങ്ങും. അത് ഈ 11 മണി വരെ റേഡിയോ കേട്ട് ശീലിച്ചത് കൊണ്ടുവന്നത്. റേഡിയോ ഒരു നിലയൊന്നല്ല ഞാൻ കേൾക്കാറ്. തിരുവനന്തപുരം, കോഴിക്കോടും തൃശ്ശൂരും, ഇപ്പൊ ഫോണിലായതുകൊണ്ട് മഞ്ചേരിയും, അതുപോലെ ഈ കൊച്ചി FM ഇതെല്ലാം. പിന്നെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം പല ആൾക്കാരും ദൂരെ ഉള്ള റേഡിയോ പരിപാടികൾ കേൾക്കുന്നത് ഫോണിലെ കൂടെയാണ്. പക്ഷെ ഞാൻ മുൻപേ തന്നെ ഈ പറയുന്ന ദൂരെ ഉള്ള പരിപാടികൾ കേൾക്കുമായിരുന്നു. കണ്ണൂർ ആകാശവാണിയാണ് ആദ്യം FM പരിപാടി കേട്ടത്. 1991 മെയ് 4 വൈകുന്നേരം 5 മണിക്കാണ് പ്രക്ഷേപണം ആരംഭിച്ചത്. 5:30 ഞാൻ അന്ന് 4:55 അത് ഓൺ ചെയ്ത് വെച്ചിരുന്നു. അത് എല്ലാം കഴിഞ്ഞ് 5 മണിക്ക് പ്രക്ഷേപണം ആരംഭിക്കുന്നത് കേട്ട് സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ മംഗളവാദ്യമായിട്ട് നാഗസ്വര കച്ചേരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കേശവാനന്ദ ഭാരതിയുടെ സംഗീത കച്ചേരി, അത് ശരിക്കുള്ളതല്ല, ഈ ലഘു ശാസ്ത്രീയ സംഗീതം എന്ന് പറയാം. അത് കഴിഞ്ഞ് അറിയിപ്പ്, തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള വാർത്തയും മറ്റു കാര്യങ്ങളെല്ലാം. ആദ്യകാലങ്ങളിലെല്ലാം കണ്ണൂർ ആകാശവാണിയിൽ വൈകുന്നേരം മാത്രമാണ് പ്രക്ഷേപണം. കുറെ വൈകിയാണ് രാവിലെ ഉച്ചക്കെല്ലാം പ്രക്ഷേപണം തുടങ്ങിയത്. ആ കാലഘട്ടം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ ചെവിയിലൂടെ കേൾക്കാതെ ഒരു ശബ്ദവീതി ഈ ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടില്ല. കണ്ണൂർ ആകാശവാണി കുറവായിരിക്കും. വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ കേൾക്കാൻ പറ്റാതെ വരും. ഇന്നും എനിക്ക് പല പരിപാടികൾ ഓർമ്മയുണ്ട്. പിന്നെ സിനിമാ സംബന്ധിയായ പല പരിപാടികളും ഉണ്ടായിരുന്നു. 90കളിലാണ് ഞാൻ സിനിമകൾ കണ്ടത്. TV നിന്നാണല്ല കണ്ടത്. ഞാൻ ഒരേ ഒരു സിനിമ മാത്രമാണ് തിയേറ്ററിൽ കണ്ടത്. വളരെ ചെറിയ പ്രായത്തിൽ. അന്നങ്ങനെ ഓർത്തു വെക്കാനല്ല. അതിലെ ഒരു രംഗം എന്ന് പറയുന്നത് ഒരു പാട്ട് പാടുന്ന ഒരു രംഗം മാത്രമേ ഓർമ്മ. ശാന്ത ഒരു ദേവത എന്നുള്ള ഒരു സിനിമയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടത്. പിന്നെ കണ്ടതെല്ലാം ഈ 90കൾക്ക് ശേഷം, TV വന്നതിന് ശേഷം. 60-ല് 70-ല് 80-ല് 90കളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമ എല്ലാം ആ സമയത്ത് അതിലൂടെ കണ്ടു. അത് 2000 വരെ കണ്ടു.
ഈ അടുത്ത കാലത്ത് 1-2 സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും സുരേഷ് പങ്കുവയ്ക്കുന്ന ചിന്തകൾ വെറും സന്ദേശങ്ങളല്ല, അവ ജീവിതത്തിന്റെ കയ്പും മധുരവും കലർന്ന അനുഭവങ്ങളാണ്. അത് വായിക്കുന്ന സുഹൃത്തുക്കൾക്ക് സുരേഷ് ഒരു വഴികാട്ടിയായി മാറുന്നു. മൊബൈലില് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വാട്സപ്പ്, അതുപോലെ വിളിക്കാനും ഈ എഴുതാനും മറ്റ് കാര്യങ്ങളാണ്. അങ്ങനെ പല ആൾക്കാരുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. അതുപോലെ കത്തുകൾ, ആദ്യം കത്തുകളാണല്ലോ അയക്കുക. അപ്പൊ പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞ് കത്തുകൾ അയക്കും. എങ്കിലും അങ്ങനെ വിളിക്കും, കത്തെഴുതും. നല്ലൊരു ബന്ധമായിരുന്നു. പിന്നെ അർജുന മാഷ് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, മക്കളെ എന്നെ ഇങ്ങോട്ട് തന്നെ വിളിക്കണം, ഞാനൊരു മറവിക്കാരനാണ്. അതുപോലെ പാട്ട് പാടുന്ന നമ്മുടെ ബാബുകായ ചേച്ചെന്ന്. ഇവരൊക്കെ എങ്ങനെയാണ് പരിചയം? ഫോണിലൂടെ ഇങ്ങനെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതാണ്. ഈ മണ്ണൂർ രാജകുമാരനുണ്ണി എന്ന് പറയുന്ന അദ്ദേഹം ഈ പറയുന്ന ഇതെല്ലാം അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കും, മെസ്സേജ് അയക്കും. ഈ പാട്ടുകൾ എനിക്ക് ചെയ്തു തരുകയും ചെയ്തതാണ്. അതുപോലെ ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങൾ ചെയ്ത TS രാധാകൃഷ്ണജി, അദ്ദേഹം പാട്ട് അയച്ചു കൊടുത്തപ്പോൾ പാട്ട് ചെയ്തു തന്നു. അദ്ദേഹം അതിന്റെ അടിയിൽ എഴുതിയിടുകയും ചെയ്തു. ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു ഭാവനയിലാണല്ല എഴുതിയിരിക്കുന്നത്. അത് ഒരു പുല്ലാങ്കുഴൽ നാദത്തിലൂടെ കൃഷ്ണനെ കാണുന്നൊരു ഇതാണ്, അറിയുന്നൊരു രീതിയിലാണ് ഞാൻ ആ പാട്ട് എഴുതിയിരുന്നത്. അപ്പം മുത്തപ്പന്റെ പാട്ട് എഴുതി എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നത്. അത് 25,000-ലെല്ലാം ആൾക്കാർ കണ്ടു. യൂട്യൂബിലാണ്, യൂട്യൂബ് ചാനൽ. ഇതൊക്കെ ആരാണ് ക്രിയേറ്റ് ചെയ്ത് തന്നത്? ഇത് ഏട്ടന്റെ മോളാണ് ചെയ്തതിന്. ജീവിതം ചിലപ്പോൾ നമ്മെ കെട്ടിയിട്ടേക്കാം, പക്ഷേ ചിന്തകളെ കെട്ടിയിടാൻ ആർക്കും സാധിക്കില്ല. സുരേഷ് കാനായി എന്ന 55-കാരൻ തന്റെ ജീവിതം കൊണ്ട് എഴുതുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കവിതയാണ്. അത് സഹനത്തിന്റേതല്ല, മറിച്ച് സാർത്ഥകമായ അതിജീവനത്തിന്റേതാണ്. ഒരു വർഷം ഒരു പ്രാവശ്യമാണ് ഞാൻ പുറത്തു പോകാറുള്ളത്. അത് ഫ്ലൈ എന്ന സംഘടനയുടെ പരിപാടിക്കാണ്. എത്ര വയ്യാതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും പോകും. ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഞാൻ ഇപ്രാവശ്യം അത് കഴിഞ്ഞതിന് ശേഷം 2 പരിപാടിക്ക് പോയി. അത് പാലിയേറ്റീവ് കെയറിന്റെ ഒരു പരിപാടിക്കാണ്. ആദ്യം ഒരു പരിപാടിക്ക് പോയി, പിന്നീട് വേറൊരു പാലിയേറ്റീവ്. ഇപ്പൊ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ 2-3 വിഭാഗമുണ്ട്. അതിൽ ആംബുലൻസും കൊണ്ടാണ് വരേണ്ടത്. ഇങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് എടുത്തിട്ടാക്കാൻ പറ്റില്ല. അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് എടുത്തിട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആള് വേണം. കവിത എഴുതിയത് അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പുസ്തക രൂപത്തിൽ ആക്കി ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പാലിയേറ്റീവിന്റെ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ? സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം, അത് ക്ഷേമ പെൻഷൻ തീരെ വയ്യാത്ത കടപ്പിലായ ആൾക്കാർക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അതൊന്ന് മാറ്റി ഒന്നും പറ്റാത്തവർക്ക് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ്. അതിലൊരു മാറ്റം വന്നിരുന്നാൽ നല്ലതാണ്. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മതൻ കൊടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ജാലകം. സുരേഷ് കാനായി, പരിമിതികളെ സർഗശക്തിയാൽ തോൽപ്പിച്ച മനുഷ്യൻ. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ